ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. യേശുവിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞ നിത്യജീവൻ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന ഏറ്റവും സ്നേഹം നിറഞ്ഞ സഹോദരി സഹോദരങ്ങളെ, ദൈവത്തിൻ്റെ വലിയ കൃപയിലേക്ക് നമ്മൾ നിറഞ്ഞു നിൽക്കുന്ന കാലഘട്ടം കൂടിയാണ് ഈ കാലഘട്ടം. പ്രതിസന്ധികളും ഒത്തിരി സഹനങ്ങളും നമ്മുടെ ജീവിതത്തിലുണ്ടെങ്കിലും ദൈവ സാന്നിധ്യം അത് കൂടുതലായിട്ട് അനുഭവിക്കുന്ന കാലഘട്ടമാണ്. ഇപ്പം നമ്മുടെ ജീവിതത്തിൽ ആത്മീയമായൊരു വളർച്ചയ്ക്ക് തടസ്സമായി നിൽക്കുന്ന ചില അവസ്ഥകളുണ്ട് ജീവിതത്തിൽ. അതൊരു അവസ്ഥയെക്കുറിച്ച് നമുക്കിന്ന് ചിന്തിക്കാമെന്ന് പരിശ്രമിക്കാൻ നമ്മൾ ഒരുങ്ങുകയാണ്. പ്രധാനമായിട്ടും ഇന്ന് നമ്മൾ ചിന്തിക്കുന്നത് കണ്ണിൻ്റെ ദുരാശയെക്കുറിച്ചാണ്. പലരും കണ്ണിൻ്റെ ദുരാശയിൽ വീണുപോയത് കൊണ്ട് തന്നെ ദൈവിക മഹത്വം അവരുടെ കാഴ്ചപ്പാടുകളിൽ ലഭിക്കാതെ നഷ്ടപ്പെട്ടു പോകുന്നുണ്ട്. അതുകൊണ്ട് ആത്മീയ ജീവിതത്തിൽ വളരാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയെ തളർത്തിയിടുന്ന അല്ലെങ്കിൽ തകർത്ത് കളയുന്ന ഒരു അവസ്ഥയാണ് കണ്ണിൻ്റെ ദുരാശ. നമുക്ക് ചിന്തിക്കാം, ഈ കണ്ണിൻ്റെ ദുരാശയെ എങ്ങനെ നമുക്ക് പിടിച്ചു കെട്ടി ഒരു ആത്മീയ ജീവിതത്തിലേക്ക് വളരാനായിട്ട് പരിശ്രമിക്കുമെന്ന്. പ്രഭാഷകന്റെ പുസ്തകം 31 അധ്യായം 13-14 വാക്യങ്ങൾ ഇപ്രകാരമാണ് ഓർമ്മപ്പെടുത്തുന്നത്. അത്യാഗ്രഹമുള്ള കണ്ണ് ദുഷിച്ചതാണെന്ന് ഓർക്കണം. കണ്ണിനേക്കാൾ കൊതിയുള്ളതായി സൃഷ്ടികളിൽ എന്താണുള്ളത്? അത് നിമിത്തം ഓരോ മുഖവും കണ്ണുനീർ വാർത്തുന്നു, കാണുന്നതിനൊക്കെ കൈനീട്ടുകയും ചെയ്യുന്നു. വചനം ഒന്നുകൂടി അച്ഛൻ നിങ്ങളുടെ മുന്നിൽ പങ്കുവയ്ക്കാം. അത്യാഗ്രഹമുള്ള കണ്ണ് ദുഷിച്ചതാണെന്ന് ഓർക്കണം. കണ്ണിനേക്കാൾ കൊതിയുള്ളതായി സൃഷ്ടികളിൽ എന്താണുള്ളത്? അത് നിമിത്തം ഓരോരുത്തരും മുഖം കണ്ണുനീർ വാഴ്ത്തുന്നു, കാണുന്നതിനൊക്കെ കൈനീട്ടരുത്. പ്രഭാഷകന്റെ ഈ വചനത്തിൽ ഒത്തിരി ആഴങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. ഒന്നാമതായി, അത്യാഗ്രഹമുള്ള കണ്ണുകൾ പലപ്പോഴും നോക്കിക്കാണുന്നത് കണ്ണിനേക്കാൾ കൊതിയുള്ള വസ്തുക്കളെയാണ്. ആകർഷണമായ പലതിനെയും നോക്കുമ്പോൾ അവൻ്റെ ഉള്ളിൽ ഒരു ആഗ്രഹം ജനിപ്പിക്കുകയും ആഗ്രഹത്തിന് വേണ്ടി ജീവിക്കുകയും ചെയ്യുന്നു. പിന്നീട് വചനം പറയുകയാണ്, ഇങ്ങനെയുള്ള കണ്ണുകൾ പലപ്പോഴും ജീവിതത്തിൽ കണ്ണുനീർ വാഴ്ത്തേണ്ടി വന്നിട്ടുണ്ട്. അത്യാഗ്രഹമുള്ള ഒരു ജീവിതത്തിൽ പലപ്പോഴും സാമ്പത്തിക തകർച്ചകൾ കടന്നുകൂടുന്ന കാലഘട്ടമാണ്. ആവശ്യത്തെക്കാൾ കൂടുതൽ മതിമറന്നുള്ള ജീവിതങ്ങൾക്ക് കാരണം കണ്ണിൻ്റെ ആകർഷണമാണ്, വസ്തുക്കളോടുള്ള അല്ലെങ്കിൽ ഭൗതിക വസ്തുക്കളോടുള്ള ആഗ്രഹം. അതുകൊണ്ട് സ്നേഹമുള്ളവരെ, കണ്ണിൻ്റെ മുന്നിൽ കാണുന്ന എല്ലാത്തിനെയും നീ കൈനീട്ടി സ്വീകരിക്കരുതെന്ന് വചനം നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. അതുകൊണ്ട് ഈ ആത്മീയ പോരാട്ടത്തിൽ നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും അത്യാവശ്യമുള്ളൊരു കാര്യമാണ് കണ്ണിൻ്റെ ദുരാശയെ ഒരു വ്യക്തി നിയന്ത്രിക്കുക എന്നുള്ളത്. അതുകൊണ്ട് നമുക്ക് ചിന്തിക്കാം, എങ്ങനെയാണ് ഈ കണ്ണിൻ്റെ ദുരാശ രണ്ട് വിധത്തിൽ ഒരു ജീവിതത്തിലേക്ക് തിന്മയായി കടന്നു വരുന്നത്. ഒന്നാമതായിട്ട്, ഭൗതിക വസ്തുക്കളോടുള്ള ആർത്തി, അതിനെ വിളിക്കുന്ന ഒരു പേരാണ് ദ്രവ്യാസക്തി. നമുക്കറിയാം, ഭൗതിക വസ്തുക്കളോടുള്ള അമിതമായ ആഗ്രഹം ഈ ലോകത്ത് പലരെയും വിശുദ്ധ ജീവിതത്തിൽ നിന്ന് അശുദ്ധിയിലേക്കും പാപത്തിലേക്കും അല്ലെങ്കിൽ ജീവിതത്തിന്റെ അഹന്ത സ്വഭാവത്തിലേക്കും കടന്നു പോകാനുള്ള സാധ്യതകൾ ഉണ്ടായിട്ടുണ്ട്. രണ്ടാമതായിട്ട്, ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ കണ്ണിന്റെ ദുരാശ വരുന്നത് ജിജ്ഞാസയാണ്. എന്താണെന്ന് അറിയാനുള്ളൊരു ആഗ്രഹം, അത് നേടാനുള്ളൊരു ആഗ്രഹം. അതുകൊണ്ട് സ്നേഹമുള്ളവരെ, കണ്ണിന്റെ ദുരാശ ഒരു വ്യക്തിയുടെ ജീവിതത്തിലേക്ക് രണ്ട് വിധത്തിൽ വരും. ഒന്ന്, ഭൗതിക വസ്തുക്കളോടുള്ള ആഗ്രഹവും. രണ്ട്, ജിജ്ഞാസ എന്ന രൂപത്തിൽ കടന്നു വരും. നമുക്ക് ചിന്തിക്കാം, നമ്മുടെ ജീവിതത്തിൽ എങ്ങനെ ഈ അവസ്ഥ കടന്നു വന്ന് നമ്മളെ നശിപ്പിക്കുന്നുവെന്ന്. ഒന്നാമതായിട്ട്, ഭൗതിക വസ്തുക്കളോടുള്ള ആഗ്രഹം. അതുകൊണ്ട് നമുക്ക് വചനം ശ്രദ്ധിക്കാം. യോഹന്നാന്റെ ലേഖനം 1-ാം ലേഖനം 2-ാം അധ്യായം 15-16 വാക്യങ്ങൾ. ലോകത്തെയോ ലോകത്തിലുള്ള വസ്തുക്കളെയോ നിങ്ങൾ സ്നേഹിക്കരുത്. ആരെങ്കിലും ലോകത്തെ സ്നേഹിച്ചാൽ പിതാവിൻ്റെ സ്നേഹം അതിൽ ഉണ്ടായിരിക്കുകയില്ല. എന്തെന്നാൽ ജഡത്തിൻ്റെ ദുരാശ, കണ്ണുകളുടെ ദുരാശ, ജീവിതത്തിൻ്റെ അഹന്ത, ഇങ്ങനെ ലോകത്തിലുള്ളതൊന്നും പിതാവിൻ്റെതല്ല, പ്രത്യുത ലോകത്തിൻ്റെതാണ്. സ്നേഹമുള്ളവരെ, യോഹന്നാന്റെ ഈ ലേഖനത്തിന്റെ ഈ വചനത്തിന്റെ ആഴം നമ്മെ ഓർമ്മപ്പെടുത്തുന്ന ഒരു കാര്യമുണ്ട്. ലോകത്തിലുള്ള ഓരോ വസ്തുക്കളും ദൈവത്തിന് എതിരായി എന്നുള്ളതല്ല, ദൈവത്തിന്റെ സൃഷ്ടികർമ്മത്തിൽ നിന്നുണ്ടായതാണ് എല്ലാം. എന്നാൽ ദൈവത്തെക്കാൾ വലുതായി ലോകത്തെ സ്നേഹിക്കുമ്പോൾ ലോക വസ്തുക്കൾ ഒരു വ്യക്തിയെ കീഴ്പ്പെടുത്താൻ നോക്കും. ദൈവത്തെക്കാൾ അധികമായി ലോക വസ്തുക്കളോടുള്ള മോഹം വരും. അതുകൊണ്ട് ആരെങ്കിലും ലോകത്തെ സ്നേഹിച്ചാൽ
പിതാവിന്റെ സ്നേഹം അവന് നിൽക്കില്ല. കാരണം പിതാവ് സൃഷ്ടിച്ചല്ലാത്ത ഒന്നും ഈ ലോകത്തില്ല. അതുകൊണ്ട് പിതാവിനേക്കാൾ, ദൈവത്തെക്കാൾ വലുതായിട്ട് ലോക വസ്തുക്കളെയോ ലോകത്തിലുള്ളതിനെയോ നീ സ്നേഹിക്കരുതെന്നാണ് യോഹന്നാന്റെ ലേഖനത്തിലൂടെ യോഹന്നാൻ സുവിശേഷകൻ നമ്മെ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് 3 വിധത്തിലുള്ള കാര്യങ്ങൾ ഇവിടെ പറയുന്നുണ്ട്. എന്തെന്നാൽ ജഡത്തിന്റെ ദുരാശ, ഒരു വ്യക്തിയുടെ ശരീരത്തിന്റെ ദുരാശയുണ്ട്. ശരീരത്തിന്റെ ദൈവം തന്ന ലൈംഗികതയുടെ ആസക്തികളെ തെറ്റായ രീതിയിൽ ഉപയോഗിക്കുമ്പോൾ ഉണ്ടാകുന്ന ജഡത്തിന്റെ ദുരാശ. രണ്ടാമത് കണ്ണിന്റെ ദുരാശ. മൂന്നാമത്തത് ജീവിതത്തിന്റെ അഹന്ത. ഈ രണ്ടാമത്തെ കാര്യം, കണ്ണിന്റെ ദുരാശ, പലപ്പോഴും തെറ്റായ രീതിയിൽ വ്യാഖ്യാനിക്കപ്പെടാറുണ്ട്. എന്നാൽ യഥാർത്ഥത്തിലുള്ള ദൈവശാസ്ത്രജ്ഞന്മാര് പഠിപ്പിക്കുന്ന ഇപ്രകാരമാണ്. കണ്ണിന്റെ ദുരാശ ഇവിടെ സൂചിപ്പിക്കുന്നത് യഥാർത്ഥത്തിൽ ലൗകിക സമ്പത്തിനോടുള്ള ആഗ്രഹത്തെക്കുറിച്ചാണ്. യഥാർത്ഥത്തിൽ നമ്മൾ കണ്ണിന്റെ ദുരാശ എന്ന് പറയുമ്പോൾ തെറ്റായത് കണ്ണതോ അല്ലെങ്കിൽ കാണാനുള്ള ആഗ്രഹത്തെയാണ് പലപ്പോഴും ചിന്തിക്കുക. എന്നാൽ ഈ ലേഖനത്തിന്റെ ഭാഗത്തിലൂടെ, ഇടനാഴികളിലൂടെ പഠിപ്പിക്കുന്നത്, ദൈവശാസ്ത്രജ്ഞന്മാർ നമ്മൾ പറഞ്ഞു വെക്കുന്നത്, ഇത് വസ്തുക്കളോടുള്ള അല്ലെങ്കിൽ ഭൗതിക സമ്പത്തിനോട് അല്ലെങ്കിൽ ഭൗതിക കാര്യങ്ങളോടുള്ള ആഗ്രഹത്തെയാണ് കണ്ണിന്റെ ദുരാശ എന്ന് പറയുന്നത്. അതുകൊണ്ട് അത് ലൈംഗികതയുമായിട്ട് ബന്ധപ്പെടുത്താൻ പറ്റില്ല. ആദ്യം ലൈംഗികതയെ കുറിച്ച് പറഞ്ഞെങ്കിലും രണ്ടാമത് ഈ വചനത്തിൽ പറയുന്നത് കണ്ണിന്റെ ദുരാശയെ കുറിച്ചാണ്. അതുകൊണ്ട് സ്നേഹമുള്ളവരെ, കണ്ണിന് കൗതുകമാകുന്ന വസ്തുക്കൾ സ്വന്തമാക്കാനുള്ള ആഗ്രഹത്തെയാണ് കണ്ണിന്റെ ദുരാശ എന്ന് പറഞ്ഞത്. കണ്ണിന് കൗതുകം തോന്നുന്നത് എല്ലാം സ്വന്തമാക്കിയാൽ ചിലപ്പോൾ നമുക്ക് അപകടമാണ്. ഒരു കുഞ്ഞിയെ കുച്ച് ഇങ്ങനെ തീക്കനല് കത്തി എരിയുന്നത് കാണുമ്പോൾ നല്ല മനോഹരമായ ഒരു ചുവന്ന നിറത്തിലുള്ള ഒരു വസ്തു, ചിലപ്പോൾ അതിനൊരു പഴമായിട്ട് തോന്നാം, അല്ലെങ്കിൽ എന്തെങ്കിലും ഭക്ഷണ പദാർത്ഥമായിട്ട് തോന്നി ഈ കുഞ്ഞു പോയിട്ട് തീ പിടിക്കുമ്പോൾ കൈ പൊള്ളുന്നതായിട്ട് നമുക്ക് കാണാം. ഇതുപോലെയാണ് ഈ കണ്ണിന് കൊതി തോന്നുന്ന അല്ലെങ്കിൽ കൗതുകം തോന്നുന്ന വസ്തുക്കളെല്ലാം നമുക്ക് നന്മയായിട്ട് തീരണമെന്നില്ല. പലപ്പോഴും ജീവിതത്തിൽ അപകടത്തിന്റെ വഴികൾ അവിടെ ഒളിച്ചിരിക്കുന്നുണ്ടെന്ന് തിരിച്ചറിയണം. അതാണ് ആധ്യാത്മിക ഗുരുക്കന്മാർ പഠിപ്പിക്കുന്നത്. നിന്റെ കണ്ണിന് ദുരാശയിലേക്ക് നയിക്കുന്ന പല കാഴ്ചകളും ലോകത്തുണ്ട്. അതിനെ വിവേചിച്ചറിയാനുള്ളൊരു കൃപ നിന്റെ ജീവിതത്തിൽ ദൈവം വെച്ചു തരും. അതിനുവേണ്ടി നീ ആഗ്രഹത്തോടെ പ്രാർത്ഥിക്കണമെന്ന് ആധ്യാത്മിക ഗുരുക്കന്മാര് നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് സ്നേഹമുള്ളവരെ, സൃഷ്ടാവായ ദൈവത്തെക്കാൾ സൃഷ്ടവസ്തുക്കളിൽ ഒരു വ്യക്തി മനസ്സും ശരീരവും കൊടുക്കുമ്പോഴാണ് പാപം എന്ന അവസ്ഥ ആ വ്യക്തിയിൽ വരുന്നത്. സൃഷ്ടാവായ ദൈവത്തെക്കാൾ ദൈവം സൃഷ്ടിച്ച വസ്തുക്കളിലേക്ക് അമിതമായ ആഗ്രഹം ഉണ്ടാകുക, സൗന്ദര്യത്തിലേക്ക് അല്ലെങ്കിൽ അതിനോടുള്ള അഭിവാഞ്ച കൂടുമ്പോഴാണ് യഥാർത്ഥത്തിൽ ഒരു വ്യക്തി വീഴുന്നത്. അതുകൊണ്ട് സ്നേഹമുള്ളവരെ, നമുക്ക് വചനത്തിലൂടെ ഒന്ന് ചിന്തിക്കാം. വിലക്കപ്പെട്ട കനിയാണെന്ന് ദൈവം പറഞ്ഞ ആ വിലപ്പെട്ട സന്ദേശത്തെ ഹവ്വ എന്ന ആ സ്ത്രീ ഉപേക്ഷിച്ചപ്പോൾ അവൾക്ക് എന്തുണ്ടായി? അവൾക്ക് വിലപ്പെട്ട ഒരു ദേശം നഷ്ടപ്പെട്ടു. വിലക്കപ്പെട്ട കനിയാണെന്ന് വിലപിടിപ്പോടെ പറഞ്ഞ ഇത് സൃഷ്ടിച്ച ദൈവത്തിന്റെ വാക്കുകൾക്ക് അവൾ ചെവി കൊടുക്കാതെ ഈ വിലക്കപ്പെട്ട ഭക്ഷണം കഴിച്ചപ്പോൾ, ആകർഷണമുള്ള ഈ പഴത്തെ പിശാച് അവളുടെ മുന്നിൽ വെച്ചു കൊടുത്തപ്പോൾ, വിലക്കപ്പെട്ട ഈ കനി തിന്നുകൊണ്ട് വിലപിടിച്ച സന്ദേശത്തെ അവൾ നഷ്ടപ്പെടുത്തി. അതുകൊണ്ട് നമ്മൾ തിരിച്ചറിയുക, ഈ കാലഘട്ടത്തിൽ വിലക്കപ്പെട്ട പലതും ഉണ്ട്. നിന്റെ ജീവിതത്തിൽ ചിലപ്പോൾ അത് വിലക്കപ്പെട്ടതായിരിക്കാം, പലരുടെ ജീവിതത്തിലെ നന്മയായിരിക്കാം. എല്ലാം നമ്മുടെ ജീവിതത്തിൽ നന്മയാകണമെന്നില്ല. അതുകൊണ്ട് നമുക്ക് ചിന്തിക്കാം, നമ്മുടെ ജീവിതത്തിൽ എപ്രകാരം ഈ ലോകത്തിന്റെ അവസ്ഥകൾ കടന്നു പോകുന്നു. അതുകൊണ്ട് സ്നേഹമുള്ളവരെ, ലോകത്തിലെ വസ്തുക്കൾ തിന്മയാണെന്നല്ല അച്ഛൻ പഠിപ്പിക്കുന്നത്. ദൈവം സൃഷ്ടിച്ചതെല്ലാം നന്മയാണ്. എന്നാൽ ചിലരുടെ ജീവിതത്തിൽ അത് തിന്മയായിട്ട് അവസ്ഥയിലേക്ക് കൊണ്ടുപോകുന്നുണ്ടെങ്കിൽ അതിൻ്റെ പിന്നാലെ പോകുന്നത് അവന് അപകടമാണ്. അതുകൊണ്ട് ലോകം നല്ലതാണ്, ലോകം ദൈവത്തിന്റെ സൃഷ്ടിയാണ്. ദൈവ സൃഷ്ടിയായിട്ട് ലോകത്തെ കാണുമ്പോഴാണ് അതിൻ്റെ കൃപ ഒരു വ്യക്തിയിലേക്ക് വരുന്നത്. ഇതെല്ലാം ലോകത്തിൻ്റെതായി കാണുമ്പോൾ ഒരു വ്യക്തിയിലേക്ക് പാപം കടന്നു വരും. അതുകൊണ്ട് സ്നേഹമുള്ളവരെ, ദൈവവുമായിട്ടുള്ള ബന്ധത്തിലാണ് അവയുടെ നന്മയിരിക്കുന്നത്. ഒരു വസ്തുവിൻ്റെ നന്മയിരിക്കുന്നത് ദൈവവുമായിട്ട് ആ വസ്തുവിനുള്ള ബന്ധമാണ്. അതുകൊണ്ട് ദൈവവുമായിട്ട് ഒരു ബന്ധവുമില്ലാത്ത ഒരു വസ്തു എൻ്റെ ജീവിതത്തിലേക്ക് വരുമ്പോൾ, എൻ്റെ ദൈവിക സാന്നിധ്യത്തെ ഞാൻ നഷ്ടപ്പെടുത്തുമ്പോൾ യഥാർത്ഥത്തിൽ ആ വ്യക്തിയിൽ ദുരാശ കടന്നു വരും. ആഗ്രഹത്തോട് പരിവർജിക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് കടന്നു വരും. അതാണ് യഥാർത്ഥത്തിൽ ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ നഷ്ടങ്ങൾ കടന്നു വരുന്നത്. അതുകൊണ്ട് ദൈവത്തെക്കാൾ വലിയ നന്മ ഒന്നും ഈ ലോകത്തില്ല. അതുകൊണ്ട് ദൈവത്തെക്കാൾ വലിയ നന്മയാണെന്ന് ഞാൻ കരുതുന്നത് പലതും എൻ്റെ ജീവിതത്തിൽ അപകടമായി കടന്നു വരാം.
ദൈവം സൃഷ്ടിച്ചതല്ലാതെ ഒന്നുമില്ല. അതുകൊണ്ട് സ്നേഹമുള്ളവരെ, ദൈവത്തിന്റെ നന്മകളെ തിന്മയായി ഉപയോഗിക്കുന്ന സാത്താന്റെ പ്രവൃത്തികളിലേക്ക് ഞാൻ ഒരിക്കലും നടന്നു നീങ്ങരുത്. അതുകൊണ്ട് സ്നേഹമുള്ളവരെ, ഭൗതിക ലോകം വരാനിരിക്കുന്നതിൻ്റെ നിഴൽ മാത്രമാണ്. ഇതാണ് സഭ നമ്മെ പഠിപ്പിക്കുന്നത്. ഈ ഭൗതിക ലോകം എന്നത് വരാനിരിക്കുന്ന ലോകത്തിന്റെ നിഴൽ മാത്രമാണ്. വരാനിരിക്കുന്ന ലോകം എന്താണെന്ന് തിരിച്ചറിവുകൾ നൽകുന്ന ഒരു നിഴൽ, ഒരു സൂര്യന്റെ നിഴൽ നമ്മുടെ ഭൂമിയിലേക്ക് അടിക്കുമ്പോൾ, അല്ലെങ്കിൽ ഒരു മനുഷ്യന്റെ ശരീരത്തിൽ അടിക്കും, അവന്റെ നിഴലുണ്ട്. അതുകൊണ്ട് ആ നിഴൽ ഒരിക്കലും അവനാകണമെന്നില്ല. അവൻ തന്നെ ആകുമ്പോഴാണ് നിഴലിന്റെ ആഴവും വ്യാപ്തിയും ഒരു വ്യക്തിക്ക് മനസ്സിലാകും. അതുകൊണ്ട് ഭൗതിക ലോകം വരാനിരിക്കുന്ന സ്വർഗലോകത്തിന്റെ ഒരു മുൻ ആസ്വാദനമായിട്ടാണ് സഭ നമ്മെ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് ഈ കാലഘട്ടങ്ങളിൽ വരാനിരിക്കുന്ന ലോകത്തിനു വേണ്ടി ഈ ഭൗതിക സമ്പത്തിനെ കുറിച്ചുള്ള ആഗ്രഹങ്ങളെക്കാൾ കുറിച്ച് ആത്മീയ സമ്പത്തിനെ കുറിച്ചുള്ള ഒരു തീഷ്ണത നമ്മുടെ ജീവിതത്തിൽ വേണം. ഉൽപ്പത്തിയുടെ പുസ്തകം 1-ാം അധ്യായം 1-ാം വാക്യം ആദ്യ വചനമാണ്. വചനം ഇങ്ങനെയാണ് പറയുന്നത്: ആദി ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. ദൈവം ആദ്യം സൃഷ്ടിച്ചത് ആകാശം, അതിനുശേഷം ഭൂമിയെ സൃഷ്ടിച്ചു. സ്നേഹമുള്ളവരെ, ആകാശത്തെ നമ്മൾ ആത്മീയമായിട്ട് അല്ലെങ്കിൽ ദൈവശാസ്ത്രപരമായിട്ട് പഠിപ്പിക്കുന്നത് ഇങ്ങനെയാണ്: ആദ്യം ആകാശം എന്ന് പറയുമ്പോൾ പിന്നീട് ഭൂമിയെ സൃഷ്ടിച്ചു എന്ന് നമ്മൾ പഠിക്കുമ്പോഴും ആകാശം എന്നത് അർത്ഥമാക്കുന്നത് സ്വർഗത്തെക്കുറിച്ചും സ്വർഗത്തിന്റെ നിഴൽ കൊണ്ട് ഉണ്ടായ ഭൂമിയെക്കുറിച്ചുമാണ് സഭ നമ്മെ പഠിപ്പിക്കുന്നത്. അപ്പൊ ആദ്യം ഉണ്ടായത് സ്വർഗമാണ്. സ്വർഗത്തിൽ നിന്ന് ആകാശം എന്നത് സ്വർഗത്തെ പ്രതിനിധാനം ചെയ്യുന്നതാണ്. ആ ആകാശത്തിൽ നിന്ന് ഭൂമി ഉണ്ടായി എന്നാണ് സഭ നമ്മെ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് സ്വർഗം ആദ്യം സൃഷ്ടിക്കപ്പെട്ടു, പിന്നീട് ഭൂമി ഉണ്ടായി, അതിൽ നമ്മൾ സൃഷ്ടിക്കപ്പെട്ടു. എന്തിനു വേണ്ടി? ഈ ഭൂമിയിൽ ജീവിക്കുന്ന എല്ലാവർക്കും ആദ്യ സ്ഥലമായ സ്വർഗത്തിലേക്ക് എത്താനുള്ള ഒരു കോവണി ദൈവം സൃഷ്ടിച്ചിട്ടുണ്ട്. ഈ സ്വർഗത്തിലേക്കുള്ള യാത്ര മാത്രമാണ് ഈ ഭൂമിയിലെ തുച്ഛമായ ജീവിതം കൊണ്ടുള്ള നമ്മുടെ യാത്ര. അതുകൊണ്ട് ഈ ഭൂതലം മുഴുവൻ ആത്മീയത കൊണ്ട് നിറയുമ്പോഴാണ് സ്വർഗം എന്ന ലക്ഷ്യത്തെ നോക്കാൻ പറ്റുക. നമുക്കറിയാം, നമ്മൾ ഈ ഭൂമിയിൽ നിന്നുകൊണ്ട് ബഹിരാകാശത്തുള്ള വസ്തുക്കൾ നോക്കും. ഒരു ഭൂത കണ്ണാടിയിലൂടെയോ അല്ലെങ്കിൽ സ്റ്റെതസ്കോപ്പിലൂടെയോ നമ്മൾ നോക്കുന്നതാണ്. അപ്പോൾ അകലെയുള്ള വസ്തുക്കളെ വ്യക്തമായി കാണും. ഇത് തന്നെയാണ് ആത്മീയ ജീവിതത്തിൽ നമുക്ക് വേണ്ടത്. നമ്മുടെ കണ്ണിന്റെ ആസക്തികളെക്കാൾ കൂടുതൽ കണ്ണിന്റെ പരിശുദ്ധി കൊണ്ട് സ്വർഗത്തെ കാണാനുള്ള ഒരു കാഴ്ചപ്പാട് നമ്മുടെ ജീവിതത്തിൽ വേണം. കൊറിന്തോസുകാർക്ക് എഴുതിയ ലേഖനത്തിൽ പൗലോസ് നമ്മൾ പഠിപ്പിക്കുന്നുണ്ട്. 2 കൊറിന്തോസ് 4-ാം അധ്യായം 14-ാം വാക്യം: ദൃശ്യമായവയല്ല അദൃശ്യമായവയാണ് ഞങ്ങളുടെ ലക്ഷ്യം. ദൃശ്യമായവ നശ്വരങ്ങളാണ്, അദൃശ്യമായവ അനശ്വരങ്ങളാണ്. പൗലോസ് വ്യക്തമായിട്ട് നമ്മളെ പഠിപ്പിക്കുകയാണ്, ദൃശ്യമായവരല്ല അദൃശ്യമായവരാണ് ഞങ്ങളുടെ ലക്ഷ്യം വെച്ചിരിക്കുന്നത്. ഈ ലോകത്ത് ജീവിക്കുന്ന ഒരു മനുഷ്യൻ ലക്ഷ്യം വെക്കേണ്ടത് ഈ ലോകത്ത് നശ്വരമായി കടന്നു പോകുന്നതിനല്ല, അനശ്വരമായ ഒരു ലക്ഷ്യത്തിലേക്കുള്ള ഒരു യാത്രയായിരിക്കണം. അങ്ങനെ വരുമ്പോൾ നശ്വരമായതിനേക്കാൾ കൂടുതൽ അനശ്വരമായതിനെ തേടാനായിട്ടൊരു മനുഷ്യന്റെ ഉള്ളിൽ ഒരു അഭിവാഞ്ചയുണ്ടാകും. അവിടെയാണ് ദൈവകൃപ ഒരു വ്യക്തിയിലേക്ക് നിറയുന്നത്. അതുകൊണ്ട് സ്നേഹമുള്ളവരെ, ഭൗതിക വസ്തുക്കളുടെ നശ്വരതയെ കുറിച്ച് നമ്മൾ അറിയണം. ഭൗതിക വസ്തുക്കളെല്ലാം ഈ ഭൂമിയിൽ നശ്വരമായി തീരുന്നതാണ്. ഈ ലോകത്തുണ്ടായ എല്ലാം ഈ ഭൂമിയിൽ തന്നെ തീരും. മനുഷ്യൻ എന്ന ഞാനും നിങ്ങളും എല്ലാവരും മരിച്ചു കഴിഞ്ഞാൽ 6 അടി മണ്ണിന്റെ പുഴുക്കൾക്ക് തിന്നു തീരാനുള്ളതേ ഉള്ളൂ. അതുകൊണ്ട് അവിടെ നിന്റെ ആത്മാവ് മാത്രം, ദൈവം ഈ ഭൂമിയിലേക്ക് അയച്ച ദൈവത്തിന്റെ അംശമാകുന്ന ആത്മാവ് മാത്രമാണ്. അതുകൊണ്ട് നമ്മൾ ഈ കാണുന്ന നിറമുള്ള എല്ലാ വസ്തുക്കളും, കാഴ്ചയുള്ള എല്ലാ വസ്തുക്കളും എല്ലാം അഴുകിയില്ലാതെയോ. മനോഹരമായ ഒരു ചിത്രശലഭം, അത് ചിറക് ഒടിഞ്ഞു കഴിയുമ്പോൾ നിലത്ത് വീണ് അത് മണ്ണിനോട് മണ്ണായി ചേരും. അതുപോലെ സ്നേഹമുള്ള മനോഹരമായൊരു മരം വർഷങ്ങൾ കഴിയുമ്പോൾ അതും നിലത്ത് വീഴും, അതും ദ്രവിച്ച് കടന്നുപോകും. ഇരുമ്പായാലും ഈ ലോകത്ത് കുറെ നാൾ കഴിഞ്ഞ് തുരുമ്പാകും, അത് പൊടിയാകും, ഈ ഭൂമിയോട് ചേരും. എല്ലാ വസ്തുക്കളും ഇതിനോട് ചേരാനുള്ളതുണ്ട്, എല്ലാം ഈ ഭൂമിയിൽ നിന്നുണ്ടായതാണ്. അതുകൊണ്ട് സ്നേഹമുള്ളവരെ, അനശ്വരമായ ഒരു ലക്ഷ്യമായിരിക്കണം നമ്മുടെ ജീവിതത്തിൽ വേണ്ടത്. അതിന് നമുക്ക് തടസ്സമാണ് നമ്മുടെ കാഴ്ചപ്പാടുകൾ. ഈ ലോകത്തുള്ള ഭൗതിക വസ്തുക്കളോടുള്ള സമ്പത്തിനോട്, ഭൗതിക ആഗ്രഹങ്ങളോട്, വ്യക്തികളുടെ കാഴ്ചപ്പാടുകൾ, വ്യക്തികൾ പറയുന്ന മനോഹരമായ വാക്കുകളോട്, ഇതിനോടൊക്കെയുള്ള എൻ്റെ അമിതമായ ആഗ്രഹം എൻ്റെ ജീവിതത്തിൽ കൃപ നഷ്ടപ്പെടും, സ്വർഗം നഷ്ടപ്പെടും. അതുകൊണ്ട് സ്നേഹമുള്ളവരെ, ഭൗതിക വസ്തുക്കൾ സ്വർഗീയ കാര്യങ്ങൾക്ക് നമ്മൾ വിനിയോഗിക്കണം. നമ്മുടെ ഭൗതിക സമ്പത്തിനെ സ്വർഗീയ കാര്യങ്ങൾക്ക് വേണ്ടി നമ്മൾ വിനിയോഗിക്കണം.
അപ്പസ്തോല പ്രവർത്തനം 4-ാം അധ്യായം 32-ാമത്തെ വാക്യവും 34, 35 വാക്യങ്ങളും നമുക്ക് ശ്രദ്ധാപൂർവ്വം ഒന്ന് കേൾക്കാം. വിശ്വാസികളുടെ സമൂഹം ഒരു ഹൃദയവും ഒരു ആത്മാവുമായിരുന്നു. ഇത് ആദിമ സഭയെ കുറിച്ച് നമ്മുടെ സഭാ ചരിത്രം പഠിപ്പിക്കുന്ന ഒരു വചനമാണ് അപ്പസ്തോല പ്രവർത്തനത്തിൽ. വിശ്വാസികളുടെ സമൂഹത്തിന്റെ ഒരു പ്രത്യേകത, അവർ ഒരു ഹൃദയവും ഒരു ആത്മാവുമായിരുന്നു. ആരും തങ്ങളുടെ വസ്തുക്കൾ സ്വന്തം എന്ന് അവകാശപ്പെട്ടിരുന്നില്ല. എല്ലാം പൊതു സ്വത്തായി അവർ കരുതി. അവരുടേതാണെന്ന് അവർ കരുതിയില്ല. അവര് കൂട്ടായ്മയിൽ പങ്കുവെക്കുന്ന വ്യക്തികളായിട്ട് മാറി. എന്നിട്ട് പറയാണ്, അവരുടെ ഇടയിൽ ദാരിദ്ര്യം അനുഭവിക്കുന്നവർ ആരും തന്നെ ഉണ്ടായിരുന്നില്ല. കാരണം അവർക്ക് ദൈവം തന്നത് പങ്കുവെക്കുമ്പോൾ തുല്യരായിട്ട് അവർ മാറും. ഈ കാലഘട്ടങ്ങളിൽ നമുക്ക് തിരിച്ചറിയണം, നമ്മുടെ ചുറ്റുപാടുകളിൽ ഒരേ ജീവിതങ്ങൾ നയിക്കുന്നവരുണ്ടോ? കാരണം നിനക്ക് അധികം നൽകുന്നത് അത് പങ്കുവെച്ച് അവനെയും നിന്റെ കൂട്ടത്തിലേക്ക് ചേർക്കാനാണ്. അതുകൊണ്ട് സ്നേഹമുള്ളവരെ, ഭൗതിക സമ്പത്തുകളെല്ലാം കൂട്ടിവെച്ച് ഇന്ന് അതിൻ്റെ പേരിൽ കുടുംബ വഴക്കുകളും പാരമ്പര്യ വിവാദങ്ങളും ഇന്ന് സംഭവിക്കുന്ന കാലഘട്ടത്തിന് കാരണം ഇതെല്ലാം നശ്വരമാണെന്നുള്ളൊരു തിരിച്ചറിവ് മനുഷ്യന്റെ മനസ്സിലില്ലാതെ കടന്നു പോവുകയാണ്. അതിന് തുടർന്ന് വചനം പറയുകയാണ്, അവരുടെ ഇടയിൽ ദാരിദ്ര്യം അനുഭവിക്കുന്നുണ്ടായിരുന്നില്ല. കാരണം പറമ്പും വീടും സ്വത്തുക്കളെല്ലാം അവർ യഥാർത്ഥത്തിൽ വിറ്റ് കിട്ടുന്ന തുക അപ്പസ്തോലന്മാരുടെ കയ്യിലേൽപ്പിച്ച് അത് ഓരോരുത്തർക്കുമായി ആവശ്യാനുസരണം പങ്കുവെച്ചിരുന്നു. സ്നേഹമുള്ളവ, യഥാർത്ഥത്തിൽ ഇതാണ് പങ്കുവെക്കിന്റെ അനുഭവമാണ് ആദിമ സഭയെ വളർത്തിയത്. ഇന്ന് നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഈ ഭൗതിക സമ്പത്തിനോടുള്ള ആഗ്രഹവും അഭിവാഞ്ചയും പലപ്പോഴും കൂട്ടായ്മകൾ നഷ്ടപ്പെടുകയാണ്. ഒരു കുടുംബത്തിന്റെ 4 ചുവരുകൾക്കുള്ളിൽ ഒതുങ്ങുന്നതായിട്ട് മാറി. പലപ്പോഴും സൗഹൃദ ബന്ധങ്ങളും ആധ്യാത്മിക ജീവിതത്തിലുള്ള വളർച്ചകളും ഇല്ല. അങ്ങനെ വരുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ സ്വർഗം എന്ന ലക്ഷ്യം നമുക്ക് നഷ്ടമാകും. രണ്ടാമതായിട്ട് ഇത്രയും നേരം അച്ഛൻ നിങ്ങളോട് പങ്കുവെച്ചത് ഭൗതിക സമ്പത്തിനെ കുറിച്ചാണ്. അടുത്തത് ജിജ്ഞാസയാണ്. ഒരു വ്യക്തിയുടെ ഉള്ളിലുള്ള ഒരു അറിയാനുള്ള ആഗ്രഹം, അല്ലെങ്കിൽ ഒരു തൃഷ്ണ എന്താണ് എന്ന് അറിയാനുള്ള ഒരു ആഗ്രഹം. ഇത് രണ്ടാമത്തെ തിന്മയാണ്. കണ്ണിന്റെ ദുരാശയിൽ രണ്ടാമതായിട്ട് ഒരു വ്യക്തിയെ പിടിച്ചടക്കുന്ന ഒരു തിന്മയാണ്. ലോകത്തിലെങ്ങും നടക്കുന്ന സംഭവങ്ങൾ കാണാനുള്ള അല്ലെങ്കിൽ കേൾക്കാനുള്ള അമിതമായ ആഗ്രഹം പലപ്പോഴും ജിജ്ഞാസ എന്ന് വിളിക്കാറുണ്ട്. ഈ ലോകത്ത് നടക്കുന്ന പല സംഭവങ്ങളെ കുറിച്ച് ചിലപ്പോൾ ശരിയാകാം, ചിലപ്പോൾ തെറ്റാകാം. എന്നാൽ എല്ലാം ശരിയാകണം നിർബന്ധങ്ങളില്ല. എല്ലാ വാർത്തകളും ശരിയാകണമെന്നില്ല. എന്നാൽ എല്ലാ വാർത്തകളും തെറ്റാണെന്നല്ല അതിൻ്റെ അർത്ഥം. ചില വാർത്തകൾ സ്വാർത്ഥതയ്ക്ക് വേണ്ടി ഈ ലോകത്ത് പറഞ്ഞു വെക്കപ്പെടുന്നതാണ്. അവരുടെ ആവശ്യങ്ങൾ നടത്തപ്പെടണം. സഭയുടെ കാര്യങ്ങളിലായാലും പലപ്പോഴും പലരും ഏകസ്ഥരായിട്ട് ഈ ലോകത്ത് വന്ന് അവരുടെ നിയമങ്ങളെ അടിച്ചേൽപ്പിക്കുന്ന അവസ്ഥകളുണ്ട്. അതുകൊണ്ട് സ്നേഹമുള്ളവരെ, ഈ ആഗ്രഹം ആത്മീയതയെ നഷ്ടപ്പെടുത്താറുണ്ട്. കാണാൻ പാടുള്ളതാണോ ഞാൻ കാണുന്നത്? കേൾക്കാൻ പാടുള്ളതാണോ കേൾക്കുന്നത്? സ്നേഹമുള്ളവരെ, പലപ്പോഴും ആത്മീയ കാര്യങ്ങളെ ആത്മീയതയല്ലാത്തത് പലതും കേട്ടിട്ട് ഞാൻ ആത്മീയതയിലേക്ക് വരാമെന്ന് ആഗ്രഹിക്കുമ്പോൾ യഥാർത്ഥത്തിൽ ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ആത്മീയത നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുക. അതുകൊണ്ട് ഈ ജിജ്ഞാസ ഒരു വ്യക്തിയിലേക്ക് കടന്നു വരുന്ന അവസ്ഥകളുണ്ട്. ഒന്ന്, ഈ ലോകത്ത് ജിജ്ഞാസയുള്ളവരാണ് ഭാവിയെക്കുറിച്ച്, വർത്തമാനത്തെക്കുറിച്ച് അറിയാൻ ആഗ്രഹിക്കുക. അതാണ് അന്ധവിശ്വാസത്തിന്റെ തുടക്കം. ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ഭാവി അറിയാൻ, നാളെ എന്തായിരിക്കും, എൻ്റെ സാമ്പത്തിക വളർച്ച ഉണ്ടാകുമോ, അല്ലെങ്കിൽ എൻ്റെ ജീവിതത്തിൽ ഇനി വളർച്ചയുണ്ടോ, എൻ്റെ കുടുംബം എങ്ങനെയായിരിക്കും ആഗ്രഹിക്കുന്ന ഒരു വ്യക്തി. ജിജ്ഞാസ ഒരു വ്യക്തിയുടെ ഉള്ളിലുള്ള ഈ ആഗ്രഹം അന്ധവിശ്വാസങ്ങളുടെ പടി ആ വ്യക്തിയിൽ തുറക്കും. ക്രൈസ്തവ ജീവിതത്തിൽ അന്ധവിശ്വാസങ്ങൾക്ക് പ്രാധാന്യമില്ലെന്ന് തിരിച്ചറിയുക. അതുകൊണ്ട് സ്നേഹമുള്ളവരെ, ഈ ജിജ്ഞാസ വർത്തമാനം, ഭൂതകാലം, ഭാവി കാലം അറിയാനുള്ള ഒരു ആഗ്രഹം ഒരു വ്യക്തിയുടെ ഉള്ളിലുണ്ട്. അതുകൊണ്ട് ഈ അന്ധവിശ്വാസം നമ്മളെ കൊണ്ടുപോകുന്നത് കൈനോട്ടം, ജാതകം, പ്രശ്നം വയ്ക്കുക, അങ്ങനെയുള്ള ചില അവസ്ഥകളിലേക്ക് ഈ കാലഘട്ടം. ഇത് ജിജ്ഞാസയാണ്. ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ദൈവം തന്ന നന്മകളെക്കാൾ കൂടുതൽ എനിക്കറിയാനുള്ള ചില ആഗ്രഹങ്ങൾ. അതുകൊണ്ട് സ്നേഹമുള്ളവരെ, സർവശക്തനായ ദൈവത്തിന്റെ ആ അവകാശങ്ങളെ മേൽ മറ്റൊരു അവകാശം നീ കൊടുക്കരുത്. ഒരു വ്യക്തിക്കോ ഒരു പ്രസ്ഥാനത്തിനോ ഒരു അധികാരത്തിനോ സർവശക്തനായ ദൈവത്തെക്കാൾ കൂടുതൽ നീ അധികാരം കൊടുക്കരുത്. അത് നിന്റെ ജീവിതത്തിൽ ദൈവത്തോടുള്ള കടപ്പാടുകളിൽ നിന്ന് തിന്മയിലേക്കുള്ള കടപ്പാടുകളിലേക്ക് കൊണ്ടുവരും. അതുകൊണ്ട് ആധുനിക ലോകത്തിലെ ജിജ്ഞാസ ഈ ലോകത്ത് കടന്നു വരുന്നുണ്ട്. രണ്ടാമതായിട്ട് ഈ ജിജ്ഞാസ കടന്നു വരുന്നത് ആധുനിക ലോകത്താണ്. നവമാധ്യമങ്ങളോടുള്ള അമിതമായ ആഗ്രഹം. ഫേസ്ബുക്ക്, വാട്സപ്പ് എല്ലാം നന്മകൾ ഒത്തിരി ഉള്ളതാണ്. എന്നാൽ അത് ഞാൻ എന്തിനു വേണ്ടി ഉപയോഗിക്കുന്നു? എൻ്റെ നവമാധ്യമങ്ങളോടുള്ള അമിതമായ ആഗ്രഹമാണ്. എല്ലാം നന്മയാണ് സ്നേഹമുള്ളവരെ. അതുകൊണ്ട് ചിന്തിക്കേണ്ടത് നമ്മൾ ഓരോരുത്തരാണ്.
ആ വസ്തുക്കളിലുള്ള തിന്മയേക്കാൾ കൂടുതൽ ഞാൻ എപ്രകാരമാണ് ഈ നവമാധ്യമങ്ങളെ ഉപയോഗിക്കുന്നത്. എൻ്റെ കണ്ണിൻ്റെ ദുരാശകളെ പ്രീതിപ്പെടുത്തുവാൻ ആരും അറിയാത്ത എൻ്റെ ഏകാന്തതകളിലേക്ക് പാപത്തെ ഞാൻ വിളിച്ചുകൊണ്ടെന്ന് നശിപ്പിക്കുന്നുണ്ടോ? അതുകൊണ്ട് ലോകം മുഴുവനും കാത്തിരിക്കുന്ന ചില തിന്മകളിലേക്ക് നീ വീണുപോകും. പിന്നീട് അവിടുന്ന് ഒരു രക്ഷയില്ലാത്ത അവസ്ഥയിൽ നിൽക്കുമ്പോഴാണ് ദൈവം നിന്നോട് ചോദിക്കുന്നുണ്ട്, നീ എന്ത് കാണുന്നു? നീ മനുഷ്യരെ മരങ്ങളെ പോലെ കാണുന്നുണ്ടോ? തെറ്റായി ഒത്തിരി കണ്ട ഒരു കുഞ്ഞിന് സ്വന്തം അമ്മയെ പോലും തിരിച്ചറിയില്ല. അതുകൊണ്ടാണ് ഇന്ന് നവമാധ്യമങ്ങളുടെ മാധ്യമ ലോകത്ത് ആദ്യ പേജിൽ പോലും അതിക്രൂരമായി പീഡിപ്പിക്കപ്പെട്ട, സ്വന്തം മകനാൽ അമ്മ പീഡിപ്പിക്കപ്പെട്ട, അമ്മയാൽ പീഡിപ്പിക്കപ്പെട്ട മക്കളെ കുറിച്ചുള്ള കഥകളൊക്കെ ഒന്ന് കടന്നു വരുന്നു. അതുകൊണ്ട് സ്നേഹമുള്ളവരെ, ഈ ദുരാശയെ പിടിച്ചു കെട്ടാൻ നമ്മൾ തയ്യാറാകണം. കൊരിന്തോസുകാർക്ക് എഴുതിയ 1-ാം ലേഖനം 8-ാം അധ്യായം 1-2 വചനങ്ങൾ പറയുന്നുണ്ട്. അറിവ് അഹന്ത ജനിപ്പിക്കുന്നു, സ്നേഹമോ ആത്മീയ ഉത്കർഷം വരുത്തുന്നു. അറിവുണ്ടെന്ന് ഭാവിക്കുന്നവർ അറിയേണ്ടത് അറിയുന്നില്ല. അതുകൊണ്ട് സ്നേഹമുള്ളവരെ, എല്ലാം അറിയാം എന്നുള്ളൊരു അഹങ്കാരം നമ്മുടെ ഉള്ളിൽ പാടില്ല. ശ്രദ്ധയില്ലെങ്കിൽ വീഴാനുള്ള സാധ്യതകൾ നമുക്ക് മുന്നിലുണ്ട്. അതുകൊണ്ട് ഈ ലോകത്തെ കണ്ണിന്റെ ദുരാശ, ജഡത്തിലേക്ക് കടന്നു വരുന്ന ആസക്തികളെ നമ്മൾ ഇല്ലാതെയാക്കണം. ഇതിനുള്ള പ്രതിവിധി ഇത്രയേ ഉള്ളൂ: നിത്യമല്ലാത്ത ഒന്നിനെ നിത്യജീവിതത്തിലേക്ക് കൊണ്ടുവരരുത്. നിത്യജീവൻ സ്വന്തമാക്കാൻ കഴിവുള്ള നമ്മൾ നിത്യമല്ലാത്ത ഒന്നിനെ കൊണ്ടുവരരുത്. രണ്ടാമത്തത്, ദൈവമഹത്വത്തിന് നിന്റെ ശരീരത്തെയും മനസ്സിനെയും നീ ഉപയോഗിക്കുക. മൂന്നാമത്തത്, ദൈവത്തിലേക്കും നന്മയിലേക്കും നയിക്കുന്നത് മാത്രമേ എൻ്റെ സ്വന്തമാകാൻ പാടുള്ളൂ എന്ന് നീ തീരുമാനിക്കുക. വേണ്ടാത്ത താല്പര്യങ്ങൾക്ക് നീ നിന്നെ തന്നെ വഴങ്ങരുത്. അത് നിന്റെ ജീവിതത്തിൽ അപകടം വരും. അതുകൊണ്ട് നിന്റെ സമയങ്ങളെ നീ കൃത്യമായി ഉപയോഗിക്കണം. നന്മയ്ക്കല്ലാതെ നീ തിന്മയ്ക്ക് വേണ്ടി ഉപയോഗിക്കുന്ന സമയങ്ങളെ നിയന്ത്രിച്ച് നന്മയ്ക്കായി നിന്നെ നയിക്കുക. അത് നിന്റെ ജീവിതത്തിൽ ദൈവാനുഗ്രഹമാകും. ദൈവം നിങ്ങളെല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. കണ്ണിന്റെ ദുരാശയെ എടുത്തു മാറ്റാൻ കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ നിങ്ങളുടെ മേൽ ദൈവത്തിന്റെ കൃപയുണ്ടാകട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.